ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കും. സന്തോഷിച്ചില്ലെന്ന് വെച്ച് സങ്കടങ്ങൾ വരാതിരിക്കില്ല. സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുക. സങ്കടപ്പെടേണ്ട സമയത്ത് മാത്രം സങ്കടപ്പെടുക. നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നിങ്ങളുടെ മനോഭാവം മാത്രമാണ്. നമ്മുടെ ശരികളെ മാത്രം അംഗീകരിച്ച് ചേർത്ത് നിർത്തുന്നവരെയല്ല, നമ്മുടെ ചെറിയ തെറ്റുകളിൽ പോലും വെളിച്ചം കാണിച്ചു തരുന്നവരെ വേണം നാം കൂടെ ചേർത്ത് നിർത്തേണ്ടത്. ഒരു നിമിഷം കൊണ്ട് ജീവിതത്തെ അടിമുടി മാറ്റാൻ കഴിയില്ല. എന്നാൽ ഒരു നിമിഷത്തിൽ ചിന്തിക്കാതെ കൈക്കൊള്ളുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ സാരമായി ബാധിക്കാം. വളരെ ചിന്തിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. എപ്പോഴും പുതുതായി എന്തെങ്കിലും ചെയ്യാൻ താൽപ്പര്യപ്പെടുക. ഒരു പരിധി നിശ്ചയിച്ച് അതിനുള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വിരസമായി മാറും. ബന്ധങ്ങൾ രണ്ടു തരമാണ്. ഒന്ന് സ്നേഹം മാത്രം നൽകും, മറ്റൊന്ന് അനുഭവം നൽകും. സ്നേഹം തരുന്ന ബന്ധങ്ങളെ മനസ്സിലും അനുഭവം നൽകുന്ന ബന്ധങ്ങളെ ഓർമ്മകളിലും കൊണ്ടു നടക്കണം. പ്രശ്നങ്ങളിലേക്ക് നോക്കിയാൽ 1000 പ്രശ്നങ്ങൾ കാണാം. അവസരങ്ങളിലേക്ക് നോക്കിയാൽ 1000 അവസരങ്ങൾ കാണാം. രണ്ടും എന്നും എപ്പോഴും എല്ലായിടത്തുമുണ്ട്. എവിടെ നോക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആളുകൾ നിങ്ങളോട് പരുഷമായി പെരുമാറുമ്പോൾ നിശബ്ദത പാലിക്കുക. അവർ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണെന്നല്ല, അവർ ആരാണെന്നതാണ് അവിടെ വെളിപ്പെടുന്നത്. ഉയർച്ച താഴ്ചകൾക്കിടയിലും അത്ഭുതകരമായി എന്തെങ്കിലും നന്മകൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് എപ്പോഴും വിശ്വസിക്കുക. എത്ര ചെറിയ കാര്യങ്ങളെയും വിലമതിക്കുക. നിങ്ങൾ ശരിക്കും സ്നേഹിക്കുന്നവരെ പുഞ്ചിരിയോടെ ഒന്ന് ചേർത്തണയ്ക്കാൻ മറക്കാതിരിക്കുക. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവ് കഴിവുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വ്യാജ സുഹൃത്തുക്കൾ നിഴലുകൾ പോലെയാണ്. അവർ നിങ്ങളെ സൂര്യനിൽ പിന്തുടരുന്നു, പക്ഷേ നിങ്ങളെ ഇരുട്ടിൽ ഉപേക്ഷിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം. എങ്കിലും മറ്റുള്ളവർക്ക് നമ്മുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള തെറ്റുകൾ ഒരിക്കലും സംഭവിക്കാതെ നോക്കണം. സങ്കടങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷത്തിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. അതിനാൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പരാജയമായി കണക്കാക്കരുത്. സൂര്യൻ്റെ ഉദയവും അസ്തമയവും പോലെ നമ്മളും പ്രവർത്തിക്കുക. ശാന്തമായി തുടങ്ങി തീക്ഷ്ണമായി അവസാനിച്ചാൽ നമ്മുടെ ഏതൊരു പ്രവൃത്തിയും മനോഹരമായിരിക്കും. നിങ്ങൾ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയമോ ദൂരമോ ഒന്നും തന്നെ അയാളെ നിങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ക്കുകയില്ല. മറ്റുള്ളവർ എങ്ങനെ മാറുന്നു എന്നതല്ല, സ്വയം എങ്ങനെ മാറാമെന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മളെക്കൊണ്ട് പറ്റില്ല എന്നു പറഞ്ഞു തളർത്താൻ ഒരുപാട് പേരുണ്ടാകും. പക്ഷേ അതൊന്നും കേട്ട് തളരാൻ നിൽക്കരുത്. മറ്റുള്ളവരിൽ നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസത്തേക്കാൾ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക. നിനക്കാണ് അഹങ്കാരമെന്ന് ഞാനും, എനിക്കാണ് അഹങ്കാരമെന്ന് നീയും വിശ്വസിച്ചാൽ മനുഷ്യർക്കിടയിലെ തർക്കം എന്നും തീരില്ല. നമ്മുടെ അവശതകളെ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയും പോലെ വേറെ ആർക്കും കഴിയില്ല. സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരോട് പ്രതികാരവും അരുത്. ഒന്നു മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക: ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ആരുടെയും അസ്വസ്ഥതകൾക്ക് മറുപടി നൽകേണ്ടതില്ല. സത്യസന്ധമായി നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യവുമില്ല. ആരോടൊപ്പമാണ് നിങ്ങൾ ചിരിച്ചതെന്ന് മറന്നേക്കാം, പക്ഷേ ആരുടെ കൂടെയാണ് നിങ്ങൾ കരഞ്ഞതെന്ന് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. നമുക്ക് ഒരു വീഴ്ച സംഭവിച്ചാൽ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുത്. എങ്ങനെ നമ്മൾ വീണുപോയി എന്ന് മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്കൊരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല. നല്ലതായാലും മോശമായാലും ജീവിതം നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ വസ്തുവും. ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും പരിഹസിക്കുവാനും പിന്തിരിപ്പിക്കുവാനും ആളുകളുണ്ടാകും. അവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ, അവർ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കാത്തവരാണ്.
നിങ്ങൾ നിങ്ങളുടെ പ്രയത്നങ്ങളുമായി മുന്നോട്ടു പോവുക.